സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും ബസ് ജീവനക്കാർ തമ്മിലുള്ള കയ്യാങ്കളിയും സ്ഥിരം സംഭവമാവുകയാണ്. ഇന്നും പത്തനംതിട്ടയിൽ സമാന സംഭവമുണ്ടായി. സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെ യാത്രക്കാരിക്ക് കണ്ണിന് ഗുരുതര പരിക്കേറ്റു. സംഭവത്തിൽ നിബുമോൻ, സ്വപ്ന എന്നീ സ്വകാര്യ ബസ് ഡ്രൈവേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമയത്തെ ചൊല്ലി വീണ്ടും നടുറോഡിൽ ബസ് ജീവനക്കാരുടെ ഏറ്റുമുട്ടലും കയ്യാങ്കളിയും. പത്തനംതിട്ട നഗരത്തിലൂടെ ഓടുന്ന നിബുമോൻ, സ്വപ്ന എന്നീ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ നടുറോഡിൽ ഏറ്റുമുട്ടുകയായിരുന്നു. തർക്കം അടിപിടിയിൽ കലാശിച്ചതോടെ ബസിന്റെ ചില്ല് പൊട്ടി വിദ്യാർത്ഥിനിയുടെ കണ്ണിന് പരിക്കേറ്റു. കൊടുമൺ സ്വദേശിനി ജ്യോതിലക്ഷ്മിയുടെ കണ്ണിലാണ് ചില്ല് തുളച്ചു കയറിയത്. അത് തെറ്റായ ഒരു നടപടിയാണ് കാണിച്ചത്. അത് നമുക്കും അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. അനുഭവം ബസിന്റെ ഡ്രൈവറാണ് കുറ്റക്കാരൻ. അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ തന്നെയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. ബസ് ജീവനക്കാർ തമ്മിൽ ഇതാദ്യമായല്ല തർക്കം. ഇത്തരം സംഭവങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. നടുറോഡിലെ കയ്യാങ്കളിക്കും തർക്കത്തിനും പുറമെ സംസ്ഥാനത്ത് വാഹനാപകടങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഇന്ന് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ നിരത്തിൽ പൊലിഞ്ഞത് 4 ജീവനുകൾ. കർണാടക രജിസ്ട്രേഷനിലുള്ള കാർ ഇരിട്ടിയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോകുമ്പോഴാണ് സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഉളിക്കൽ സ്വദേശികളായ ബീന, ലിജോ എന്നിവർ മരിച്ചു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ബീനയുടെ മകൻ ആൽബിന്റെ വിവാഹത്തിനുള്ള വസ്ത്രം വാങ്ങി കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തൃശൂർ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ അമിതവേഗത്തിലെത്തിയ KSRTC ബസ് ഓട്ടോറിക്ഷയ്ക്ക് പിന്നിലിടിച്ച് 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മുള്ളൂർക്കര സ്വദേശിനി നൂറ ഫാത്തിമയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന പിതാവ് ഉന്നൈസ്, ഭാര്യ റൈഹാനത്ത് എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ റൈഹാനത്ത് ഗർഭിണിയാണ്. KSRTC ബസിന്റെ അമിതവേഗതയും ഡ്രൈവറുടെ അശ്രദ്ധയും വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. എറണാകുളം കാലടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് മാണിക്യമംഗലം സ്വദേശി അനിൽകുമാർ മരിച്ചു. പാലക്കാട് മണ്ണാർക്കാട് സ്കൂൾ ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് പൊമ്പ്ര PPTM HSSലെ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എറണാകുളം പറവൂരിൽ സ്വകാര്യ ബസ് മരത്തിലിടിച്ച് 20 പേർക്ക് പരിക്കേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട.